ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് തിയേറ്ററിൽ വിജയകരമായി ഓടി OTT റിലീസ് ചെയ്ത സിനിമ ഗുരുവായൂർ അമ്പല നടയിൽ. ഇന്ന് അതിൻ്റെ റിവ്യൂയിലോട്ടാണ്. ഗുരുവായൂർ അമ്പല നടയിൽ ഡയറക്ടർ വിപിൻ ദാസ്, റൈറ്റർ ദീപു പ്രദീപ്. ഈ സിനിമ ഒത്തിരി നല്ല പോസിറ്റീവ് റിവ്യൂ കിട്ടി. ഇപ്പം എനിക്കിത് കണ്ടിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ എനിക്കിതൊരു ഓക്കെ ഫീലിംഗ് മാത്രമാണ് ഈ ഒരു പടം കിട്ടിയത്. വിപിൻ ദാസിൻ്റെ മുമ്പത്തെ സിനിമ ജയ 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 ഹേ, അത് എനിക്ക് അത്യാവശ്യം, അത് ഞാൻ OTTയിലാണ് കണ്ടത്. അതും അത്യാവശ്യം നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമയാണ്. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ആ ദർശനയുടെ ആ ഒരു പെർഫോമൻസ് കൊണ്ട് മാത്രം നമുക്കത് കണ്ടുകൊണ്ടിരിക്കാം. അത്രയും നല്ല കിടിലനായിട്ട് മേക്കിങ്ങും ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ലേഡി ഫൈറ്റുകളൊന്നും കൂടുതൽ അങ്ങനെ മലയാള സിനിമയിൽ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ആ ഒരു സിനിമ നമ്മളെ അതേപോലെ ഇൻട്രസ്റ്റിംഗ് ചെയ്യിപ്പിച്ച് ഒരു പകുതി തൊട്ട്, എന്ന് വെച്ചാൽ ആ ദർശനയുടെ ഒരു ജീവചരിത്രവും ഇതെല്ലാം ജീവിതവും ശൈലി കൂടെ നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ ഗുരുവായൂർ അമ്പലനടയിലോട്ട് വരുമ്പം പ്രൊഡ്യൂസ് ചെയ്തേക്കുന്ന E4 എൻ്റർടൈൻമെൻറ്റ്, പൃഥ്വിരാജ് കമ്പനിയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. തുടക്കം തന്നെ ഇപ്പോൾ ഒരു ബേസിലിൻ്റെ കൈതോലപ്പറമ്പിൽ വിനു, അതൊരു ബേസിലിൻ്റെ ഒരു ക്യാരക്ടറാണ്. അത് പുള്ളിക്കാരൻ ഓരോരുത്തരെ ക്ഷണിക്കുന്നുണ്ട്. പുള്ളിയുടെ ഒരു കല്യാണം നാട്ടിൽ സെറ്റ് ആയിട്ടുണ്ട്. അത് വിളിക്കുന്നതായിട്ടാണ് തുടക്കം കാണിക്കുന്നത്. പുള്ളിയുടെ അളിയൻ, അതായത് ആനന്ദൻ, പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ, ഇവർ തമ്മിൽ അത്രയും നല്ലൊരു ക്ലോസ് ആണെന്നുള്ള രീതിയിലാണ് തുടക്കം കാണിക്കുന്നത്. അതൊക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ തോന്നി. പക്ഷേ പുള്ളി പിന്നെ നാട്ടിലോട്ട്, പിന്നെ പുള്ളിയുടെ കാര്യങ്ങൾ, അതായത് കൈതോലപ്പറമ്പിൽ വിനുവിൻ്റെ ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് ആനന്ദനുമായിട്ട്. ഇതിനകത്ത് ആനന്ദൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ വിനു ബേസിൽ പുകഴ്ത്തുന്ന കുറച്ച് സീനുണ്ട്. അത് കണ്ടിട്ട് എൻ്റെ ആനന്ദേട്ടൻ എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തുന്നുണ്ട്. അത് കണ്ടിട്ട് എനിക്ക് ഇപ്പം തോന്നുന്നത്, ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു വൈറലായിട്ട് വരുന്ന ഒരു പുള്ളിക്കാരനുണ്ട്, എൻ്റെ വിജയണ്ണൻ, ആരെങ്കിലും ഒന്ന് സഹായിക്കുമോ, എൻ്റെ വിജയണ്ണൻ എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരനോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇത് സിനിമ കണ്ടിട്ട് ടിക്കറ്റ് കയറി കളയുക, അല്ലെങ്കിൽ ഇത് എൻ്റർടൈൻമെൻറ്റ് വരുള്ളൂ, കണ്ടിട്ട് കളഞ്ഞിട്ട് വേറെ പണി വല്ലതും നോക്ക്. അതാണ് പുള്ളിക്കാരനോട് പറയാനുള്ളത്. അതായത് എൻ്റെ വിജയണ്ണൻ, ആ പുള്ളിക്കാരനോട് പറയാനുള്ളത്. ഇനി നേരെ ഗുരുവായൂർ അമ്പലം നടയിലോട്ട് വരുവാണെങ്കിൽ ഉള്ള കഥ ഇതാണ്. അതായത് ബേസിലിന് മുമ്പ് ഒരു കാമുകി ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ഇപ്പം തേച്ചിട്ട് പോയെന്നാണ് നാട്ടിലുള്ളവരുടെ അടുത്തെല്ലാം പറഞ്ഞു വെച്ചേക്കുന്നത്. ഇതാണ് കഥ. ഇപ്പം ഏകദേശം ഒരു പകുതിയോടൊക്കെ അടുക്കുമ്പോഴത്തേനും നമുക്ക് കഥ എങ്ങോട്ടാണ് പോകുന്നതെന്നും മനസ്സിലാവും. ഇച്ചിരി നർമ്മമൊക്കെ കൂട്ടിക്കലർത്തിയിട്ടുണ്ട്. ഈ നർമ്മം എന്ന് പറഞ്ഞാൽ എനിക്ക് ആ നർമ്മം അത്ര പിടിച്ചില്ല. അത് നമുക്ക് ചിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. നമ്മൾ ഈ കോമഡി സ്റ്റാർസ് കണ്ടിട്ടുണ്ടല്ലോ, കോമഡി സ്റ്റാർസിനകത്ത് അവർ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം എടുത്തിട്ട് അതിനകത്ത് കോമഡി കാണിക്കുന്ന കുറച്ച് സീനുണ്ട്. അത് കണ്ടിട്ട് നമുക്ക് തന്നെ അതിനകത്ത് അവർ കാണിക്കുന്ന സ്റ്റാൻഡേർഡ് കോമഡികൾ നമ്മൾ ചിരിക്കും. പക്ഷേ ആ ഒരു ശൈലിയാണ് ഇതിനകത്ത് അവർ പിടിച്ചേക്കുന്നത്. അപ്പോൾ ഓരോന്ന് കോമഡി കാണിക്കാൻ വേണ്ടി കിടന്ന് കാണിക്കുവാന്ന് നമുക്ക് തോന്നും. അതാണ് കാണിച്ചേക്കുന്നതിനകത്ത്. എനിക്കത്ര ചില കോമഡികൾ വർക്കായിട്ടുണ്ട്. അത് ഒരെണ്ണം എടുത്ത് പറയുവാണെങ്കിൽ, ഒരു പക്ഷിശാസ്ത്രജ്ഞനായിട്ട് ഒരു പുള്ളിക്കാരൻ പൃഥ്വിരാജിൻ്റെ വീട്ടിൽ വരുന്ന ഒരു ക്യാരക്ടറുണ്ട്. അത് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ, ആടലോടകത്തിനകത്ത് ജലസിംഹൻ അങ്ങാണ്ട് പറഞ്ഞൊരു നേരത്തെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ലാലേട്ടൻ്റെ ക്യാരക്ടർ ചെയ്ത പുള്ളിക്കാരനാണെന്ന് തോന്നുന്നു. അത് ചെയ്തേക്കുന്നതെന്ന് തോന്നുന്നു, അത് വ്യക്തമല്ല. ആ പുള്ളിക്കാരൻ നല്ല രീതിയിൽ കോമഡി അനായാസം നല്ല രീതിയിൽ നല്ലോണം ചെയ്തിട്ടുണ്ട്. ആ ഒരു സീനിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നല്ലോണം എൻജോയ് ചെയ്തു. അത് നിഖില വിമലുണ്ട്, അതായത് ബേസിലിൻ്റെ കാമുകി, നേരത്തെ നിഖില വിമൽ വന്നിട്ടുണ്ട്. നിഖില വിമൽ കുറച്ചൊരു രീതിയിലേ ഉള്ളൂ, തുടക്കം തൊട്ട് അവസാനം വരെ ഉള്ളെങ്കിലും വലിയ റോളൊന്നും പുള്ളിക്കാരിക്ക് ഇല്ല. പിന്നെ ജഗദീഷ് നല്ല രീതിയിൽ പുള്ളിയുടെ കൊടുത്ത സീൻ നല്ലോണം ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ജഗദീഷിൻ്റെ വൈഫായിട്ട് രേഖയുണ്ട്. അതായത് പൃഥ്വിരാജിൻ്റെ അമ്മയായിട്ട് രേഖ അറിയാമല്ലോ, നമ്മൾ ഓട്ടോയ്ക്കകത്ത് ലാലേട്ടൻ്റെ നടി. അപ്പോൾ പുള്ളിക്കാരി കുറേ നാളോട്ട് സിനിമയ്ക്കകത്തൊന്നും ഇല്ല, വീട്ടിൽ ഇരിപ്പാന്ന് തോന്നുന്നു. അപ്പം എൻ്റെ വിപിൻ ദാസ്, എൻ്റെ ഡയറക്ടർ കണ്ടിട്ട് പറഞ്ഞ്, നിങ്ങൾ എന്തായാലും വീട്ടിലിരിക്കുമല്ലോ, ഇവിടെ വന്ന് ഈ സ്ക്രീനിലും കൂടെ വന്നിരുന്ന് കഴിഞ്ഞാൽ ഒരു റോള് പോയെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വിളിക്കൊണ്ടുവന്ന് ഇരുത്തിയാൽ തോന്നുന്നു. തുടക്കം തൊട്ട് അവസാനമായിട്ട് കസേരയിൽ ഇരിക്കുന്ന രീതിയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ അനശ്വര, അത് ബേസിൽ കല്യാണം കഴിക്കാൻ പോകുന്നത് പൃഥ്വിരാജിൻ്റെ പെങ്ങൾ. അനശ്വര ചെയ്ത ക്യാരക്ടർ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. തുടക്കം തൊട്ട് അവസാനം വരെ ഉള്ളെങ്കിലും, നിഖില വിമലിൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെ ഉള്ളെങ്കിലും വലിയൊരു റോളൊന്നും എനിക്ക് തോന്നിയില്ല. ചുമ്മാതെ പിടിച്ചിട്ടേക്കുന്നത് വെച്ചാൽ ഒരു ആക്ട്രസ് എന്നുള്ള രീതിയിൽ അത്ര ഇമ്പോർട്ടൻ്റ് അതിനകത്ത് വന്നിട്ടില്ലെന്ന് എനിക്ക് തോന്നി. പിന്നെ ബേസിലും അനശ്വരയും തമ്മിലുള്ള ഒരു ഇതുണ്ടല്ലോ, ഒരു അലുവയും മത്തിക്കറിയും പോലെ, ഒരിക്കലും അതൊരു ചേർച്ചയില്ലാത്ത ഒരു മിസ്കാസ്റ്റിംഗ് ആയിട്ടാണ് അനശ്വര എനിക്ക് അതിനകത്ത് തോന്നിയത്. അതിനകത്ത് യോഗി ബാബുവിനെ കാണിക്കുന്നുണ്ട്. യോഗി ബാബുവിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് ഇതിനകത്ത് പറയുന്നുണ്ട്. അത് എനിക്ക് വർക്കായി. ആ ഒരു കോമഡി വർക്കായി. ഫ്ലാഷ് ബാക്ക് പറയുന്നൊരു കോമഡി വർക്കായിട്ടുണ്ട്. അല്ലാതെ യോഗി ബാബു ഇതേപോലത്തെയൊക്കെയുള്ള പടങ്ങൾ എനിക്ക് പുള്ളി കാണിക്കുന്നതൊന്നും എനിക്ക് കോമഡി ആയിട്ടൊന്നും തോന്നിയില്ല. എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നതായിട്ട്
എനിക്ക് തോന്നിയുള്ളൂ. നന്ദനത്തിനകത്ത് കൃഷ്ണനുണ്ടല്ലോ, ചകൻ 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 ചക, ഏതാ അരവിന്ദൻ, പുള്ളിക്കാരൻ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഈ ഇവർ ഷൂട്ട് ചെയ്ത് ഗുരുവായൂരിൻ്റെ അവിടെ വെച്ച് ഷൂട്ട് ചെയ്യുന്നത്, ഗുരുവായൂർ അമ്പലമാണെന്ന് അറിയത്തില്ല, കുറച്ചടുത്ത് അതേപോലെയൊക്കെയുള്ള ലൊക്കേഷനിൽ കൊണ്ടുവച്ച് ഷൂട്ട് ചെയ്തതെന്ന് തോന്നുന്നു. എന്തായാലും അവിടെ വെച്ച് ഷൂട്ട് ചെയ്ത സമയത്ത് കാണാം വഴി കൂടെ കാണാം പോയി കാണും അരവിന്ദൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരനെ പിടിച്ചുകൊണ്ട് വന്ന് ഒരു മുണ്ടും തോളെ കൂടെ ഇട്ട് അതേ കൂടെ നടക്കാനെന്ന് പറഞ്ഞു കാണും. അതേപോലെ നടന്നിട്ടുണ്ട് പുള്ളിക്കാരൻ. പിന്നെ ഇതിനകത്ത് ഏറെ സിനിമ റിലീസാവുന്നതിന് മുമ്പേ ഏറെ വാർത്തയായ ഒരെണ്ണമാണ് ജൂനിയർ ആർട്ടിസ്റ്റിന് പൈസ കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട്. അതായത് ഈ പൃഥ്വിരാജ് കമ്പനി ഇതിനകത്ത് ഇത് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്, ഇത് വേറെ വിവാദമായിട്ടുള്ള ഒരെണ്ണം. ഈ സിനിമക്കാർ തന്നെ ഇത് മറച്ചു വെച്ചിട്ടുണ്ട്. അതായത് സിനിമയിൽ അഭിനയിച്ചിട്ട് ഈ ഗുരുവായൂരിൻ്റെ ആ അവസാനം കുറച്ച് ഫൈറ്റ് ഉണ്ടല്ലോ, അവിടെ കുറച്ച് ഒത്തിരി എന്നൊരു കുറേ ജൂനിയർ ആർട്ടിസ്റ്റുമാരെ വേണം, അത് നമുക്ക് ആ സ്ക്രീൻ നിറയ്ക്കാൻ വേണം. അവരെ അഭിനയിപ്പിച്ചിട്ട് പൈസ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ കൂട്ടയടി അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ വിചാരം എന്തെന്ന് പറഞ്ഞാൽ ഇതേപോലെ പോയി കഴിഞ്ഞാൽ മലയാളത്തിൽ നിങ്ങൾക്ക് നല്ല റോള് കിട്ടുമെന്നാണ്, ഈ ആക്ടർമാരുടെയൊക്കെ നല്ല സ്ക്രീൻ പ്രസൻറ്റ് കിട്ടുന്ന റോള് കിട്ടുമെന്നാണ് നിങ്ങളുടെ വിചാരം. വെറുതെയാണ്. അപ്പം പോയിട്ടങ്ങ് ഒരു കാര്യമില്ല. നിങ്ങളെ കൊണ്ടുപോയി ചൂഷണം ചെയ്യുക. അതായത് നിങ്ങളെ കുറിച്ചുകൊണ്ട് ഇപ്പോൾ എത്ര രൂപയുണ്ട്, 400 500 രൂപ ഉണ്ടെങ്കിലും അതിനകത്ത് 10-200 രൂപ ഏജൻറ്റുമാർക്ക് എടുക്കും, ബാക്കി 300 രൂപ അങ്ങനെ കിട്ടുമായിരിക്കും. എത്രയാണെന്ന് ഞാൻ പോയിട്ടില്ല, എൻ്റെ ഒരു ഊഹം പറഞ്ഞ, കേട്ടറിവിൽ നിന്നുള്ള ഒരു ഊഹം പറഞ്ഞ. അപ്പോൾ ഇതിനു വേണ്ടി കുറേ ഫൈറ്റുകൾ വന്നിട്ടുണ്ട്. അവർക്ക് നല്ലൊരു 1000 രൂപ ഇത്രയും. ഇപ്പം ഈ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വരുന്നവരെന്ന് പറഞ്ഞാൽ ഒത്തിരി ദൂരം കടന്നായിരിക്കും വരുന്നത്. അവർക്കൊരു വണ്ടിക്കൂലിക്ക് കൊടുക്കാനുള്ള ഒരു പൈസയെങ്കിലും ഈ പ്രൊഡ്യൂസർമാർക്ക് കൊടുക്കണം. ഈ പൃഥ്വിരാജിൻ്റെ കമ്പനി കാണിച്ചത് ഒരു ഒരു കാര്യം തന്നെ, അവർക്കത് ഉള്ള ഒരു രീതി കൊടുക്കണം. പിന്നെ ഈ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോകുന്ന ആക്ടർമാരുണ്ട്, എനിക്കറിയുന്നതല്ല, നേരിട്ട് അറിയുന്നതല്ല, കുറച്ച് പേരുണ്ട്. അവരുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ജോലിക്ക് പോകത്തില്ല. ഇപ്പം പരിപാടി എന്ന് പറഞ്ഞാൽ ഇതേപോലെ പോയി ഇപ്പം ജോലിക്ക് പോകുന്ന പറഞ്ഞാൽ ഇപ്പോൾ കല്യാണം കഴിഞ്ഞവരൊക്കെ ഉണ്ട്. ഇപ്പം 28 വയസ്സിലൊക്കെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കല്യാണം കഴിക്കുന്ന പെൺകൊച്ചിനെങ്കിലും നല്ല രീതിയിൽ നോക്കണം. അത് എങ്ങനെയാണെന്നല്ല, ഇപ്പം ഈ ആക്ടർമാരായിട്ട് അവരുടെയൊക്കെ മനസ്സിലിരിപ്പെന്ന് പറഞ്ഞാൽ വെറുതെയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ഇപ്പോൾ വിക്രത്തിൻ്റെ കാര്യം അറിയാമല്ലോ, മലയാളത്തിലൊക്കെ തഴഞ്ഞിട്ടിരുന്ന് തമിഴിൽ പോയി നല്ല റോളൊക്കെ, അങ്ങനെ കഴിവുണ്ടെങ്കിൽ തമിഴിലൊക്കെ പോയാൽ നല്ല റോൾ കിട്ടും. അല്ലെങ്കിൽ ഈ സ്വന്തമായിട്ട് സിസ്റ്റവും ക്യാമറയും അങ്ങനെ സ്ക്രിപ്റ്റ് എഴുതാനുള്ള കഴിവുണ്ടെങ്കിൽ സ്വന്തമായിട്ട് കുറച്ചൊരു ആളിനെ സെലക്ട് ആക്കി ഒരു വീഡിയോ ചെയ്ത് വെളിയിറക്കുക, അതേ പറ്റത്തുള്ളൂ. അല്ലാതെ ഈ മലയാളത്തിൽ പോലുള്ള അലവലാതി സിനിമാക്കാർ ഈ പാവം പിടിച്ചവരെ പോയി ആക്ടറായിട്ട് സിനിമ എടുക്കുമെന്ന് നിങ്ങൾ കരുതിയേ വേണ്ട. ഇപ്പം തന്നെ കോമഡി സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ്, കുറേ പേരുണ്ട് ഫേമസ് ആയിട്ടുള്ള. അവരെ വെച്ച് എത്ര പേര് സിനിമ എടുത്ത് വിജയിപ്പിച്ചിട്ടുണ്ട്. ഈ മലയാള സിനിമയിൽ എത്ര പേർക്ക് പ്രൊഡക്ഷൻ കമ്പനിയുണ്ട്. ആരെങ്കിലും ഒരു പാവം പിടിച്ച ആരെങ്കിലും പുതിയ തലമുറയെ വെച്ച് പടം ചെയ്യാൻ തയ്യാറാകുന്നുണ്ടോ? ഒന്നീ നിങ്ങൾക്ക് ആക്ടർമാരും ആക്ട്രസ്മാരും ആവണമെങ്കിൽ സിനിമാ കുടുംബത്തിലുള്ള ആരെങ്കിലും വേണം, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് കയറ്റാനുള്ള ആരെങ്കിലും ഫ്രണ്ട്സ് വേണം. അല്ലാതെ വെളിയിൽ നിന്നുള്ള ആരെയും അതിനകത്ത് കയറ്റത്തില്ല. നേരെ മറിച്ച് തമിഴിലാണെങ്കിൽ കഴിവുള്ളവരെ വളർത്തിക്കൊണ്ട് വരാൻ ആളുകളവർ നോക്കും. ഇവിടെ നേരെ തിരിച്ചാണ്, അവരുടെ ഒരു ഫാമിലിയിലുള്ളവരെ മാത്രമേ അവർ കയറ്റിക്കൊണ്ട് വരത്തുള്ളൂ. അത് നടക്കുന്ന ഒരു കാര്യം തന്നെ. പിന്നെ ഈ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോകുന്ന ഈ കുടുംബം നോക്കാതെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോകുന്ന കുറേ പേരുണ്ട്. എനിക്കറിയാവുന്ന 1-2 പേരുണ്ട്. അവർക്ക് എന്ന് പറഞ്ഞാൽ ജീവിതം സ്വന്തമായിട്ട് തുലച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് ആ പെൺകൊച്ചിനെ നോക്കേണ്ടത് ആ കല്യാണം കഴിക്കല്ലേ. അറിയാവുന്ന 1-2 പേരുണ്ട്. അവർ എന്ന് പറഞ്ഞാൽ ജോലിക്ക് പോകത്തില്ല. ഇപ്പോൾ ഈ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് മാത്രം പോയി ഒരു കുടുംബം നോക്കാൻ പറ്റുമോ? ഇപ്പം തന്നെ ഒരു കുടുംബം കൊണ്ടുപോകണമെങ്കിൽ എന്ത് പാടാൻ നോക്കണം. ഇപ്പം മേലും അനങ്ങാതെ ഇപ്പം വീട്ടിനകത്ത് ഇരുന്നിട്ട് ഇതേപോലെ ഒരു ആശുപത്രിയിലോ കേസോ വല്ലതും പോകുകയാണെങ്കിൽ ഇതുപോലെ കോപ്രായം കാണിച്ച് വീഡിയോ ഇടുന്നുണ്ട്. ഓരോരുത്തർ വീഡിയോ ഒക്കെ കാണിച്ച് കോപ്രായം കാണിച്ചിടുന്നുണ്ട്. അല്ലാതെ കുടുംബത്തിന് വലിയ ഇമ്പോർട്ടൻറ്റ് കൊടുക്കാതെ നടക്കുന്ന കുറേ എണ്ണമുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇതുപോലെ പോയിട്ട് ഒരു കാര്യമില്ല. അല്ലെങ്കിൽ ഇതേപോലെ നല്ലൊരു സിസ്റ്റം എടുത്തോ, ഇതുപോലെ ക്യാമറ സിസ്റ്റം ഉള്ളവരുടെ അടുത്ത് പോയി ചെയ്ത് നല്ലോണം കഴിവുണ്ടെങ്കിൽ വെളി വരാൻ നോക്കണം. അല്ലാതെ ഇതുകൊണ്ട് ഒരു കാര്യമില്ല, അവരോട് പറയാനുള്ളത്. പിന്നെ ഈ ഗുരുവായൂർ അമ്പല നടയിൽ എനിക്കൊരു ഓക്കെ ഫീലിംഗ്. എത്ര തിയേറ്ററിൽ എങ്ങനെ ഓടിയെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ ഫീലിംഗ് കിട്ടിയ മാത്രം ഒരു പടമാണ് ഗുരുവായൂർ അമ്പല നടയിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വരുന്നവരെ.